ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വർഷം ജൂലൈ മാസം മാംഗോ മെഡോസിൽ പോയപ്പോൾ എടുത്ത വീഡിയോകൾ കൂട്ടിയും കുറച്ച് ഒരുക്കിയെടുത്തൊരു ദൃശ്യവിരുന്നാണിത്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട, ഒത്തിരി എൻജോയ് ചെയ്ത ഒരു അനുഭവമായിരുന്നു മാംഗോ മെഡോസിലേക്കുള്ള യാത്രയും അവിടുത്തെ ഓരോ നിമിഷങ്ങളും. കോട്ടയം ജില്ലയിലാണ് മാംഗോ മെഡോസ് സ്ഥിതി ചെയ്യുന്നത്. ഏക്കർ കണക്കിന് സ്ഥലത്താണ് മാംഗോ മെഡോസ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് സുലഭമല്ലാത്ത ഗ്രഹാതുരത്വം തുളുമ്പുന്ന കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ഒരു നല്ല അനുഭവമാണ് മാംഗോ മെഡോസ്. ഞങ്ങൾ അവിടെ ഒരു ദിവസം താമസിച്ചു. പലതരം കോട്ടേജസ് അവിടെ അവൈലബിൾ ആണ്. എല്ലാത്തിനും ഓരോരോ പേരുകളും അവർ കൊടുത്തിട്ടുണ്ട്. പാടി, ഫാം, കേവ്, അങ്ങനെ എല്ലാ കോട്ടേജസിനും അവർ ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. കോട്ടേജസിന് മാത്രമല്ല, അവിടുത്തെ ഓരോ മുക്കിനും മൂലയ്ക്കും ഓരോ ചെടികൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഓരോ പേരുകളും ഉണ്ട്. അതുപോലെ തന്നെ ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഏറുമാടവും നമുക്ക് ലഭിക്കും കേട്ടോ. പിന്നെ മൺപാത്ര നിർമ്മാണം, കയറ് പിരിക്കൽ, മീനൂട്ട്, സ്വിമ്മിംഗ് പൂള്, പാർക്കുകൾ, ഒരുപാട് ആക്ടിവിറ്റീസ്, സൈക്ലിങ്, അതുപോലെ വാഷ് ടവർ ഉണ്ട്. പിന്നെ ഒരു ചെറിയ തേയിലത്തോട്ടമുണ്ട്. അതിന് മുകളിൽ ഒരു മൊട്ടക്കുന്നിന് മുകളിലായിട്ട് ഒരു കുഞ്ഞ് കെട്ടിടമുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നക്ഷത്രവനമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ ശില്പമുണ്ട്. നക്ഷത്രവനത്തിൽ ഓരോ നാളുകൾക്കനുസരിച്ച് ഓരോ മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പശുക്കൾ, നായ്ക്കൾ, മീനുകൾ, അങ്ങനെ വേറെ കാഴ്ചകൾ. ഭക്ഷണത്തിനാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ അവർക്കൊരു ഹോട്ടലുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ പേര് കളവറാന്നെന്തോ ആയിരുന്നെന്ന് തോന്നുന്നു. ഒരു വർഷം മുമ്പുള്ള കാര്യമായതുകൊണ്ട് അത് ഞാനൊന്ന് വിട്ടുപോയി. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും തന്നെ. പിന്നെ അവിടുത്തെ എല്ലാ വിശേഷങ്ങളും ഒരു ചെറിയ വീഡിയോയിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അത്രയ്ക്കും തന്നെ ഉണ്ട് അവിടെ കാണാനും കേൾക്കാനും എല്ലാം ആയിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പോകേണ്ട ഒരു സ്ഥലമാണ് മാംഗോ മെഡോസ്. തമ്പുരുവിനും തെന്നലിനും ഒരുപാട് ഇഷ്ടപ്പെട്ടു മാംഗോ മെഡോസിലെ ഓരോ നിമിഷവും. അവർക്ക് ഒരു ദിവസത്തെ താമസം പറ്റിയില്ല. അവർക്ക് കുറച്ച് ദിവസം കൂടി അവിടെ താമസിച്ച് കുറച്ചുകൂടി അവിടെ കറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. ഒരുപാട് കാഴ്ചകളും നല്ല ഒരു തണുത്ത ഒരു അന്തരീക്ഷമാണ്. ഒരുപാട് പച്ചപ്പും